ജാസി പോവാണോ ജാസി? കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഇതില്ല. അത് ഞാൻ ദൂരം നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഈ തെരുവിൽ ഇരുന്നുകൊണ്ട് സമരം ചെയ്യുന്ന വീഡിയോകൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സകല ഓൺലൈൻ മീഡിയകളിലും ഇവരുടെ വീഡിയോകളായിരുന്നു. എന്തിനായിരുന്നു ഈ സമരം? ഇങ്ങനെ സമരം ചെയ്യാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ ജാസിക്കാക്കിയും മറ്റു ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ചെറിയൊരു അടിപിടിയും കൂടി ഉണ്ടായി കേട്ടോ. അത് മുട്ടൻ കോമഡിയാണ്. അതിനെ കുറിച്ചും കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും കൂടി തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്? നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ പേഴ്സൺ അമെന്റ്മെന്റ് ബിൽ 2026 എന്നുള്ളതാണ് ഈ ബില്ലിന്റെ പേര്. ഈ ബില്ലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്ത്യയിൽ ഒരാൾ പബ്ലിക്കായി വന്നുകൊണ്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അയാളെ ട്രാൻസ്ജെൻഡർ ആയി അംഗീകരിക്കില്ല. മറിച്ച് അയാളെ ട്രാൻസ്ജെൻഡർ ആയി അംഗീകരിക്കണമെങ്കിൽ അയാൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ വ്യക്തി ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമാകണം. അങ്ങനെ വിധേയമായതിനു ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവൺമെന്റ് ബോഡിക്ക് സമർപ്പിക്കണം. എന്നിട്ട് ഗവൺമെന്റ് ബോഡി അത് ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് ബോഡിക്ക് ക്രോസ് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയെ ട്രാൻസ്ജെൻഡർ ആയി അംഗീകരിക്കത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ ഗവൺമെന്റ് ബോഡിയുള്ള ഒരു പറ്റും ആളുകൾക്ക് മുന്നിൽ നമ്മൾ തുണി അയച്ചിട്ട് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ ട്രാൻസ്ജെൻഡർ ആണോ ഇല്ലേ എന്നുള്ളത് അംഗീകരിക്കത്തുള്ളൂ. ഇനി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരും ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായിക്കൊള്ളണമെന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് തയ്യാറാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ തയ്യാറാവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ട്രാൻസ്ജെൻഡർ ആയി ഗവൺമെന്റ് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നേരെ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്നിട്ട് എന്റെ ശരീരം ഒരു ആണിന്റേതാണ്, പക്ഷെ എന്റെ മനസ്സ് പെണ്ണിന്റേതാണ്, അതല്ലെങ്കിൽ എന്റെ ശരീരം പെണ്ണിന്റേതാണ്, പക്ഷെ എന്റെ മനസ്സ് ആണിന്റേതാണ് എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് സൈക്കാട്രിസ്റ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. എന്നിട്ട് അതുമായി ഈ പറയുന്ന ഗവൺമെന്റ് ബോഡിയെ സമീപിക്കണം. എന്നിട്ട് ഈ ഗവൺമെന്റ് ബോഡിയുള്ള ആളുകൾ പല ടെസ്റ്റുകളും നടത്തും. അങ്ങനെ ടെസ്റ്റുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡറായി അവരെ അംഗീകരിക്കത്തുള്ളൂ. ഇതാണ് ഗവൺമെന്റ് അവതരിപ്പിച്ച ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ബില്ല് എന്ന് പറയുന്നത്. ഈ ബില്ലിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ അമെന്റ്മെന്റ് ബില്ല് 2026 എന്നുള്ളത്. അപ്പൊ ആ ബില്ല് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ബില്ല് ഗവൺമെന്റ് പാസ്സാക്കിയത് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നെറുന്തലക്ക് ഇട്ട് കൊടുത്ത മാതിരിയായി പോയി എന്നും തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇനി നിലവിൽ ഇന്ത്യയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല താൻ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളത്. ഇതുവരെ അങ്ങനെ തീരുമാനിക്കാമായിരുന്നു, ഇനി അങ്ങോട്ട് അതിന് പറ്റത്തില്ല. ഇനി അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അതിന് വാലിഡിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ലോക്കാണ് സർക്കാർ ഇവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുത്തത്. പിന്നെ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയതിന് പിന്നിലുള്ള കാരണമായിട്ട് ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനർഹമായി ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ ഇവിടെ പലരും തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് ധനസഹായങ്ങളും സബ്സിഡികളും ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നത് എന്ന് ന്യായം ഗവൺമെന്റ് നിരത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് തന്നെ ന്യായം നിരത്തി കഴിഞ്ഞാലും ഇത് വല്ലാത്തൊരു അടിയായി പോയി. എന്തായാലും ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് മുന്നിൽ തുണി അയച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവത്തുള്ളൂ. അവർക്ക് പെട്ടെന്ന് അവരുടെ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ഗവൺമെന്റിന് മുന്നിൽ തെളിയിക്കാൻ പറ്റും. പക്ഷെ ഇതിന് വിധേയമാക്കാത്ത ആൾക്കാർ അവരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. അവര് നല്ലോണം വിയർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിപ്പോ നിലവിൽ ബില്ലേ പാസ്സായിട്ടുള്ളൂ, നിയമമായിട്ടില്ല. നാളെ ഭാവിയിൽ ഈ നിയമം കൂടി വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് വരി നിൽക്കേണ്ടി വരും. വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അത്. ഇനി ഈ ബില്ലിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇങ്ങനെ ഒരു ബില്ല് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇവിടെ അനാവശ്യമായി വർദ്ധിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണത്തിൽ ഒരു കുറവ് വരുമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞു പോയ വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ഇന്നലെ ഒരു ആണായും പെണ്ണായും ജീവിച്ച പലരും പെട്ടെന്ന് ഒരു ദിവസം ഒരു സാരി അല്ലെങ്കിൽ ഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് വന്നിട്ട് പറയാണ് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തിടായിട്ട് ഇങ്ങനെ കുറെ ിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചുമ്മാ വന്ന് ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പബ്ലിക്കിന് മുന്നിൽ അനൗൺസ് ചെയ്യുന്ന പരിപാടി കുറേയൊക്കെ നിന്ന് കിട്ടും. ഇതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഈ ബില്ലിനെ വിമർശിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ ആണായി ജീവിക്കണോ അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയി ജീവിക്കണോ എന്നുള്ളത് ആ വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ആ പേഴ്സണൽ ചോയ്സിലാണ് ഗവൺമെന്റ് കൈ കടത്തിയിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബില്ല് ഗവൺമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ പൊതുജനം ഗവൺമെന്റിന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ് പൊതുജനത്തിൽപ്പെട്ട പലരും അഭിപ്രായപ്പെടുന്നത്. അതിനും കാരണമുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് നല്ലോണം വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പലരും അവരെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഈ ബില്ലിനെ കുറിച്ച് നന്നായി എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫുൾ സമരത്തിലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വെച്ച് ഇവരുടെ വലിയ സമരങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ചില ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം.
ഇവിടെ സെലിബ്രേറ്റ് കഴിഞ്ഞ സംയുക്ത സമര സമിതി മുദ്രാവാക്യം വിളിക്കേണ്ടത് അകത്തായിരുന്നു. അല്ല, ആരൊക്കെയാണിത്? നാദിർത്താത്തൊക്കെ ഉണ്ടല്ലോ മുൻപന്തിയിൽ. അതെന്തായാലും നന്നായി. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സകല ആളുകളും അവിടെ ആ സമരത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ബില്ല് എങ്ങാനും നാളെ നിയമമായി കഴിഞ്ഞാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അവർക്ക്. പല ഡോക്ടർമാരുടെ മുന്നിൽ തുണി അയച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അവർക്ക്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുന്നത്. അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. എന്തായാലും അടുത്തൊരു ക്ലിപ്പ് നോക്കാം. നിലവിൽ ഇത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇത്രയും എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഇന്ത്യയിൽ ഒട്ടേക്കും അവിടെ ഇവിടെ നീങ്ങി കിടക്കുന്നവരെല്ലാവരും പ്രക്ഷുബ്ധമായി ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റൈറ്റ്സ് നേടണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമപരിരക്ഷ വേണം, ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്ന് ഘോരം ഞങ്ങൾക്ക് അക്സെപ്റ്റ് തരുമ്പോഴും ഇത്തരത്തിലുള്ള നിറയെ മാഫിയ തരത്തിലുള്ള ഇങ്ങനെ മാറ്റങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ മാഫിയ തരത്തിലുള്ള മാറ്റങ്ങളെന്നൊക്കെ ഈ സംസാരിച്ച ആളെന്തോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഏതോ കൊണാണ്ടറൊക്കെയാണ്, ഏതോ TV അവതാരികയൊക്കെയാണ്. എന്തായാലും എല്ലാവരും മൊത്തത്തിൽ സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അടുക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ വന്ന് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. മക്കളെ, അത് കാണേണ്ട തന്നെയാണ്, ഒന്ന് കണ്ടു. ഇവിടുത്തെ ശ്രീകൃഷ്ണന് 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അപ്പൊ നമ്മള് ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇവര് വിളിച്ചു പറയുന്നത്? ശ്രീകൃഷ്ണന് 10 അവതാരങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ദൈവങ്ങളും ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെയാണ്, അവരാരും ഐഡന്റിറ്റി കാർഡൊന്നും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ. ചേച്ചി, അന്നത്തെ കാലത്ത് ഐഡന്റിറ്റി കാർഡൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്തല്ലേ ഈ ഐഡന്റിറ്റി കാർഡ് സംഭവങ്ങളൊക്കെ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ എടുത്തേനെ. അന്ന് 10 അവതാരങ്ങൾക്കും 10 ഐഡന്റിറ്റി കാർഡ് തന്നെ അവരെടുത്തേനെ. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ മറുപടി പറയാം? നിങ്ങൾ തന്നെ പറ. എന്തായാലും വല്ലാത്തൊരു തരം പ്രസംഗമായി പോയിട്ട് ഇതൊക്കെ കണ്ട് കൈയടിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തൊക്കെയോ ആയി തോന്നി വിളിച്ചു പറയുന്നത്, അത് കണ്ട് കൈയടിക്കാൻ കുറെ ആൾക്കാരും. സംഭവം ജയിച്ച് സമരം ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ദൈവങ്ങൾ കൂട്ടുപിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ ആകെ മൊത്തത്തിൽ പാളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇങ്ങനെ സമരവുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവ വികാസങ്ങളും ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് നമ്മുടെ ജാസി കാക്ക അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് സീ മൊത്തം നമ്മുടെ ജാസി കാക്ക തൂക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് എന്തായാലും ആ പർദ്ദ കിട്ടുകൊണ്ടുള്ള ജാസി കാക്കനെ വരവൊന്ന് കണ്ടോ. ഞാൻ ഈ നോമ്പ് പിടിച്ചിട്ട് ഇത്രയും ദൂരം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻസർക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു നയം ഇപ്പോൾ പുതിയ അവർ ഇറക്കാൻ വേണ്ടി പോവാണ്. ആള് നാവൊന്നും വാങ്ങുന്നില്ല. കേരള സർക്കാരിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആക്ട് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയായാലും ആള് സ്വയം പൊക്കാൻ മറക്കുന്നില്ല കേട്ടോ. ഞാൻ നോമ്പ് പിടിച്ചിട്ടാണ് കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിനിങ് കയറി ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് എന്നൊക്കെ. ആളെന്നെ ആളെ സ്വയം പൊക്കാണ്. അത് പിന്നെ പണ്ടേ ജാസ്തി ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ പൊതു ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശങ്ങൾ നേടിയൊക്കെ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് പീപ്പിൾ വന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് ഇതൊരു പ്രശ്നമാവുന്നൊക്കെ. ഏത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചാണ് ജാസി നീ പറയുന്നത്? നിന്നെ അതിനിവിടെ ആരും ട്രാൻസ്ജെൻഡർ ആയിട്ട് കൂട്ടിയിട്ടില്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ പോലും നിന്നെ അങ്ങനെ കൂട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആയി മാറുന്നത്? ഒന്ന് വേണ്ട, ഇവനെതിരെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അന്നോടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി ഡിക്ലെയറിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. സുഹൃത്തുക്കളാണ് ഞങ്ങള്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വിസബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളിലൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവെ. പല കാര്യങ്ങളും ഇത് മുന്നേണ്ട ക്രൈസിസുകളിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കൃത്യമായി വിസബിലിറ്റിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത്. പക്ഷേ വരാറില്ല, വന്നിട്ടില്ല അല്ലേ. ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജാസി പേഴ്സണലി എൻ്റെ സുഹൃത്താണ്, എനിക്കൊരു യോജിപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ്സ് ഒരു മീഡിയ സിനിമയുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ജാസി ഞങ്ങളായിട്ട് ഒരു തരത്തിലും സഹകരിക്കാറില്ല. ജാസി ഞങ്ങൾക്ക് എന്നും പ്രശ്നങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഈ സംസാരിക്കുന്നത്. ഇത് കൂടാതെ ഇവർ തുടർന്നും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ജാസിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഇവനെ വേണ്ട. അവര് പോലും ഇവനെ നല്ലൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു ജന്മമായിട്ടാണ് അവര് പോലും ഈ ജാസിനെ കാണുന്നത്. എന്തിനാണ് റമദാൻ മാസം 27 നോമ്പിന് പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഞാൻ പോരാടാൻ ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത്?
ചെയ്യുന്നത്. ഇത് സംഭവം ട്രാൻസ്ജെൻഡേഴ്സിന്റെ നീതിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയതൊന്നല്ല. ഇങ്ങനെ ഒരു സമരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വരുമല്ലോ. അപ്പോൾ ആ ഓൺലൈൻ മീഡിയാസിന് മുന്നിൽ ഇവരൊന്ന് ഷൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവന് പർദ്ദയും വിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ബുദ്ധിയുള്ള ഏതൊരാൾക്കായി ചിന്തിച്ചാൽ മനസ്സിലാക്കൂടെ. എന്നിട്ട് വന്നിരുന്ന് കൊണ്ടടിക്കാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടാണെന്നൊക്കെ. ഒലക്കാണ്. ബാക്കി കണ്ടോക്കെ എന്തായാലും. നോമ്പ് കഴിയാൻ വേണ്ടി 27 കഴിയാൻ വേണ്ടി കാത്തിരുന്നാണോ പർദ്ദയിട്ടിട്ട് ഇറങ്ങിയത്? ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇറങ്ങണം. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിക്കണം. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശബ്ദം ഉയർത്തണം. ആരാണോ ഈ ഞങ്ങള്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആണ് ഈ ഞങ്ങൾ എന്നതുകൊണ്ട് നീ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഞങ്ങളിൽ നീ പെടൂല മോനെ. അവർക്ക് വേണ്ടി അവർ സംസാരിച്ചോളും. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. നിന്റെ ആവശ്യം അവിടെ ഇല്ല. നീ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ ഷൈൻ ചെയ്യാനല്ല വന്നത്. ആ പരിപാടി ചെയ്തേച്ച് നിനക്ക് അങ്ങോട്ട് പോയാൽ പോരെ. എന്തിനാണ് വെറുതെ ക്യാമറക്ക് മുന്നിൽ ഇല്ലാത്ത നുണങ്ങളൊക്കെ പഠിച്ചു വിടുന്നത്? കഷ്ടമുണ്ട് കേട്ടോ. എന്തായാലും ഇവന്റെ ഈ തോന്നിയ മാസത്തിന് അവിടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ തന്നെ നല്ല ഊക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊക്കൊക്കെ കിട്ടിയതിന് ശേഷം ഇവൻ വീണ്ടും വിളിഞ്ഞു വന്നിട്ട് ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. നമ്മുടെ ശബ്ദം ഉയർത്തുക. വേറെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, പല ഇതിലും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചൊറിയാണ്, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ, മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ, നല്ല ആൾതാമസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചോദിക്കുന്ന ആൾ മുഖം മറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നോട്. ആ മുഖം വിസിബിൾ ആക്കി സംസാരിക്കാൻ കൂടെയുള്ള ഒരു ഇതില്ല, ഗഡ്സ് ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുഖം കാണിച്ച് ട്രാൻസ് ആണ് പണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. നീ എവിടെ എത്തിയെന്നാ പറയണ ജാസി? നീ എവിടെ എത്തിയിട്ടില്ല. കുറെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടാവരാധങ്ങൾ കാണിക്കുന്നതല്ലാതെ നീ പ്രത്യേകിച്ച് എവിടെ എത്തിയിട്ടില്ല. എന്തായാലും ജാസി ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ പോലും ജാസിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ ആണാണോ പെണ്ണാണോ, പ്രസവം കഴിഞ്ഞോ എന്നൊക്കെ. അവർക്ക് പോലും ഇവനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ പിന്നെ പൊതുജനത്തിന്റെ കാര്യം പറയണം. എന്തായാലും ഈ ഒരു വേളയിൽ ജാസിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ആ വ്യക്തിക്ക് ഞാനൊരു കയ്യടി കൊടുക്കുകയാണ്. എന്തുകൊണ്ടും അവൻ ആ ചോദ്യം അർഹിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാത്ത ഒരാളാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവിടേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ കുറെ ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ ക്ലിപ്പ് വരുമെന്ന് അറിഞ്ഞപ്പോ അങ്ങോട്ട് ഓടി വന്നേക്കോണം പർദ്ദിട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് മിനിമം ഇങ്ങനെ ഒരു ഊക്കെങ്കിലും കിട്ടണ്ടേ. ഇത് ഇവനെ അർഹിക്കുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞില്ലേ കേട്ടോ. ഇനി ഇവന് ഇളിഞ്ഞോണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും കൂടി കണ്ടോക്കാം. പോവാണോ ജാസി? കമ്മ്യൂണിറ്റി തന്നെ ഒരു ഇതില്ല. നോർമൽ നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. ഹേർട്ടായില്ലേ? സന്തോഷം. അങ്ങനെ തന്നെ വേണം. ആ ഹേർട്ട് ആക്കിയ ആൾക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. എന്തൊക്കെയായിരുന്നില്ലേ ജാസിക്കാക്കിന്റെ ഒരു ബഹളം. വന്നപാട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ഞങ്ങൾ സമരത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ കുറ്റിപ്പുറത്തുന്നു തിരുവനന്തപുരം വരെ ട്രെയിൻ പിടിച്ച് വന്നതാണ് എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ആളാണ്. ഇപ്പൊ എന്ത് പറ്റി? ഉള്ളോട്ടുള്ള ഊക്ക് വാങ്ങി തിരിച്ചു വന്നേക്കുവാണ്. ഇത് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ജാസിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ ജാസിക്ക് ഊക്കാണ്. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ ഊക്ക്. പിന്നെ ഷെരീഫിന്റെ വകയും ഹെനോസ് പാട്ടിന്റെയും വകയും വേറെയും മൂക്കുകൾ. ഇതൊന്നും കൂടാതെ ഇപ്പോഴത്തെ റിയൽ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സമരത്തിന് പോയപ്പോ അവിടുന്നും ട്രാൻസ്ജെൻഡേഴ്സ് ഊക്കണ ഇഷ്ടം. എവിടെ പോയാലും ഇതാണ് ജാസിന്റെ അവസ്ഥ. ഊക്കോട് ഊക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും മൂക്കുകൾ വാങ്ങിക്കൂട്ടാൻ ജാസിയുടെ ജീവിതം ബാക്കി. എന്തായാലും ജാസിന് അവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുലി പോലെ വന്ന് എലി പോലെ പോയി. അതാണ് ജാസിന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ജാസിന്റെ കാര്യം എങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്ക് എയർലായ മറ്റൊരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, വണ്ണിന്റെ ഉള്ളിൽ സീമ വിനീത്. സീമ വിനീതിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഇനി സീമ വിനീത് എങ്ങനെ എയർലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ബില്ല് 2026 പാസ്സാക്കിയത് ആരാണ്? BJP സർക്കാർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മുഴുവനും BJP സർക്കാരിനെതിരെയാണ്. അവരുടെ മുദ്രാവാക്യങ്ങൾ പോലും അവർ BJP സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. കേട്ടല്ലോ, BJP ഗോ ബാക്ക് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനി ഇതേ BJPയിൽ തന്നെ 2 ആഴ്ച മുന്നേ സീമ വിനീത് ഒരു അംഗത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. സീമ വിനീത് അദ്രിജ ശ്രീകുട്ടി നമിത
ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് വേദിയിലേക്ക് വന്ന് അംഗത്വം സ്വീകരിക്കണം. ഓക്കെ, ഇങ്ങനെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP-യിൽ അംഗത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് സീമാ വിനീതാണ്. അങ്ങനെ അംഗത്തെടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് BJP തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തത്. എന്നാലും വല്ലാത്തൊരു പണി പോയി BJP കൊടുത്തത് അല്ലേ. ഇതിന് പിന്നാലെയാണ് ഇപ്പൊ നിലവിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരും സീമാ വിനീതിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സീമാ വിനീതിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാണെങ്കിൽ ഓടിച്ചിട്ട് തല്ലുന്നൊക്കെയാണ് പലരും ഇപ്പൊ പറയുന്നത്. മിക്കവാറും എവിടെയെങ്കിലൊക്കെ വെച്ച് സീമാ വിനീതിന് അടിപൊട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നിലവിൽ ആള് മുങ്ങി കേട്ടോ. ആളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആക്കി വെച്ചേക്കുവാണ്. ഇനി ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് വേണം ആൾക്കൊന്ന് മെല്ലെ പതിയെ പൊങ്ങാൻ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു അന്തസ്സുള്ള ട്രാൻസ്ജെൻഡർ ആണ് സീമാ വിനീത് എങ്കിൽ എനിക്ക് സീമാ വിനീതിനോട് പറയാനുള്ളത് നിങ്ങൾ ഇത് BJP-യിൽ ഒന്ന് രാജിവെച്ച് പോകണമെന്നുള്ളതാണ്. കാരണം സീമാ വിനീത് നിങ്ങൾ അടക്കമുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിക്കാണ് ഈ BJP സർക്കാർ പണി നൽകിയിട്ടുള്ളത്. അത് കാരണം ഇപ്പൊ പല ട്രാൻസ്ജെൻഡേഴ്സും തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ BJP-ന്ന് രാജിവെച്ച് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അന്തസ്സില്ലാത്ത ട്രാൻസ്ജെൻഡർ ആണെന്ന് ഞാൻ പറയും. എന്തായാലും ഇതിനിടയ്ക്ക് പറഞ്ഞ സീമാ വിനീത് എന്തോ ജ്വല്ലറിയിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ മീഡിയക്കാരും സീമാ വിനീതിട്ട് നല്ല ഊക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കണ്ടുവെക്കാം. ഇപ്പൊ ഉള്ളതിൽ BJP ആണ് ഏറ്റവും നല്ല ഭരണം എന്നാണ് പറഞ്ഞു വരുന്നത്. BJP ആണ് നല്ല ഭരണം, എല്ലാ പാർട്ടികളും നല്ല ഭരണം നടത്തുന്നുണ്ടായിരുന്നു. BJP നല്ല ഭരണമാണ്. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മൾ ഇന്നും സൂര്യൻ ഉദിക്കാത്തതാണ് കേരളം എന്നേ പറയുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്. കേരളത്തിന്റെ പുറത്ത് പോയിട്ടുണ്ടോ? കേരളത്തിന്റെ പുറത്ത് പോയിട്ടുണ്ടോ? കേരളത്തിന്റെ പുറത്ത് കണ്ടിട്ടുണ്ടോ? അതല്ല ഞാൻ ചോദിക്കണേന്ന് ഉത്തരം പറയാം. മോനെ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇട്ടാവട്ടത്തില് 10 പേര് വോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന BJP ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. ഈ വോട്ട് ചോറിന് കുറെ സംഭവങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് BJP ആണ്. അതെ. സോ നമ്മളിവിടെ 10 പേര് വോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ത്യ ഭരിക്കാതിരിക്കുന്നില്ല അല്ലെ. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു മോന് കുറച്ച് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മോനെ. ഇല്ല, ഞാൻ ലാലേട്ടന്റെ ആളല്ല, ഞാൻ മമ്മൂട്ടിന്റെ ആളാണ്. മമ്മൂട്ടിയാണ്. ഓക്കെ. അപ്പോ നമ്മള് എന്താ പറയാ, അപ്പൊ ഇത്രയും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഇന്ത്യയൊരു പാർട്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും കെൽപ്പുള്ളതുകൊണ്ടാണ്, അത്രയും ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്, അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്, അത്രയും ആൾക്കാരെ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് എണ്ണ ഇറക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കന്റെ അതിപ്പോ നമ്മളെ അനുവാദം ചോദിക്കേണ്ടി വരുന്നത്. റഷ്യയിൽ നിന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ ട്രംപ് പറയണം. എത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും എന്ത് ചെയ്യണം, അതിന് ട്രംപിന്റെ ആവശ്യം. അത്രയും നല്ലപോലെ നമ്മളെ വീടുകളിലുള്ള കിണറുകൾ അത്രയും ആഴത്തിൽ കുഴിക്കണം. അപ്പൊ നമുക്കറിയാം നമ്മളെ. പക്ഷെ നമ്മളെ വീടിന്റെ കിണർ കുത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് എന്തൊക്കെയോ ചേച്ചി വിളിച്ച് പറയുന്നുണ്ട്. ചേച്ചിക്ക് തന്നെ ഉറപ്പില്ല ചേച്ചി എന്താ വിളിച്ച് പറയണമെന്നുള്ളത്. എന്തായാലും ഓൺലൈൻ മീഡിയക്കാർ നല്ല ഉള്ളോട്ടുള്ള ഊക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ആൾ ഉത്തരം കിട്ടിയപ്പോ ഇറങ്ങി ഓടിയത് കണ്ടത്. എന്തായാലും സീമാ വിനീതിന്റെ കാര്യം കഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോ കുറച്ചു കാലം ഒടുവിൽ താമസിച്ചോ അതായിരിക്കും സീമാ വിനീതിന് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ BJP നിന്ന് രാജിവെച്ചോ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.